ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന കുടുംബ പശ്ചാത്തലത്തിലുള്ള പ്രണയ നോവലാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ആരാ അമ്മ ഈ സേതുമാധവൻ? കത്തുമായി വന്ന് അവൾ തിരക്കി. പഴയ ക്ലാസ്മേറ്റാണെന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞെങ്കിലും അവൾ വിട്ടില്ല. കുത്തി ചോദിച്ച് അവൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. ഗാഥയാണ് സേതുമാധവൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ആദ്യം സംസാരിച്ചത്. അവർ പെട്ടെന്ന് കമ്പനിയായി. അതിനുശേഷമാണ് അവൾ അമ്മയ്ക്ക് ഫോൺ കൊടുത്തത്. പഴയ സൗഹൃദം വീണ്ടും തള്ളിരിട്ടത് അങ്ങനെയാണ്. ഇടയ്ക്കൊക്കെ സേതുമാധവൻ വിളിച്ചു. ആ പഴയ കാലം തിരിച്ചു വരുന്നത് പോലെ തോന്നി സുരഭിക്ക്. 2 തവണ അയാൾ കാണാൻ വന്നു. ഒരിക്കൽ ഗാഥയുണ്ടായിരുന്നു വീട്ടിൽ. തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ദിവസം സേതുമാധവൻ ഗാഥയെ കാണാൻ അവളുടെ ഹോസ്റ്റലിലേക്ക് ചെന്നു. കൂട്ടുകാരികളായ ധന്യയ്ക്കും രോഷ്ണിക്കും അമ്മയുടെ പഴയ ക്ലാസ്മേറ്റ്സിനെ അവൾ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുകയായിരുന്നു. നാളെ സേതു വീണ്ടും വരുന്നു. സുരഭി എഴുന്നേറ്റ് വേഗം കിച്ചണിലേക്ക് ചെന്നു. മായേ, നാളെ നമുക്ക് നല്ല മീൻ കിട്ടിയാൽ മേടിക്കണം. മത്സ്യം വളരെ പ്രിയമാണ് സേതുവിന്. കേരളം വിട്ട കൊൽക്കത്തയിൽ വെച്ച് രുചിയുള്ള മത്സ്യം കിട്ടിയിട്ടുള്ളൂ എന്ന് സേതു പറഞ്ഞിട്ടുണ്ട്. മായ ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ഗാഥ കൂടാതെ നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ടാവും. എന്നാൽ അജയനെ രാവിലെ തൃക്കുന്നമ്പുഴ വിടാം ചേച്ചി. വള്ളക്കാരുടെ മീൻ കിട്ടും, അവൾ പറഞ്ഞു. ശരിയാണ്, കടപ്പുറത്ത് പോയ അപ്പം പിടിച്ചുകൊണ്ടുവരുന്ന മീൻ കിട്ടും. സുരഭിക്കും സന്തോഷമായി. തലേന്ന് മെഡിക്കൽ വാർഡിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഗാഥയ്ക്ക്. ബെഡുകളുടെ എണ്ണത്തേക്കാളേറെ രോഗികളുണ്ട് മെഡിക്കൽ വാർഡിൽ. അത് കാരണം രാത്രിയിൽ ഒരു മിനിറ്റ് പോലും വിശ്രമമെടുക്കാൻ സാധിക്കാറില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോൾ രാവിലെ 9:30. ഒപ്പം ധന്യയുണ്ടായിരുന്നു. അവൾക്കും പീഡിയാട്രിക് വാർഡിലായിരുന്നു ഡ്യൂട്ടി. ഉറക്കച്ചടവ് കാരണം കൺപോളകൾ അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് ഫ്രഷായ ശേഷം മെസ്സിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് ബെഡിലേക്ക് വീഴുകയായിരുന്നു. കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നടക്കുന്ന വഴിയിൽ എവിടെയെങ്കിലും വീണു പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ എറണാകുളം ബസ് കയറിയ ഹരിപ്പാട് ഇറങ്ങാതെ ആലപ്പുഴയിലോ ചേർത്തലയിലോ ചെല്ലുമ്പോഴായിരിക്കും ഉണരുന്നത്. എപ്പോഴോ ഉണർന്നപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ 12:30. ധന്യ ഗാഠനിദ്രയിലാണ്. പാവം ഉറങ്ങിക്കോട്ടെ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അവൾക്ക്. ഗാഥ മെസ്സിൽ ചെന്ന് ലഞ്ച് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ധന്യ ഉണർന്നു കിടക്കുകയായിരുന്നു. എപ്പോഴാ നീ വീട്ടിലേക്ക് പോകുന്നത്? അവൾ ചോദിച്ചു. ഇപ്പോൾ തന്നെ, ഡ്രസ്സ് മാറുന്ന താമസമേ ഉള്ളൂ. ഗാഥ വേഗം വേഷം ധരിച്ചു. ആഴ്ചയിലൊരിക്കൽ വീക്ക്ലി ഓഫ് ഉണ്ടെങ്കിലും പലപ്പോഴും അത് കിട്ടാറില്ല. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാമഭദ്രൻ കനിഞ്ഞതുകൊണ്ട് മാത്രമാണ് നാളെ വീട്ടിലൊന്ന് പോകാൻ അനുവാദം കിട്ടിയത്. രോഷ്ണി വരുമ്പോൾ പറഞ്ഞേക്കെ ഞാൻ പോയെന്ന്. ബാഗുമെടുത്ത് ഗാഥ അപ്പോൾ തന്നെ ഇറങ്ങി. റോഡിലെത്തി ഓട്ടോ പിടിച്ച് നേരെ ഉള്ളൂർ ജംഗ്ഷനിലെത്തി. എറണാകുളം ഭാഗത്തേക്കുള്ള ബസ് അവിടെ നിന്നേ കിട്ടൂ. സ്റ്റോപ്പിലെത്തിയപ്പോൾ സിറ്റിയിൽ നിന്നു നിറഞ്ഞ ഒരു ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് വന്നു. ഒന്നും ചിന്തിക്കാതെ അതിൽ ചാടിക്കയറി. കൊല്ലം വരെ ഒരേ നിൽപ്പ് നിൽക്കേണ്ടി വരും. പക്ഷെ അവിടെ എത്തിയപ്പോൾ സീറ്റ് കിട്ടി. ഉടൻ തന്നെ അവൾ സുരഭിയെ വിളിച്ചു. അമ്മ, ഞാൻ കൊല്ലത്തെത്തി. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ തന്നെ വിളിക്കാത്തതെന്താ? സുരഭി ചോദിച്ചു. കൈയൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ, കമ്പിയിൽ തൂങ്ങി നിൽക്കുമായിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ ഒരു കാറ് മേടിച്ചു തരാമെന്ന്. പക്ഷെ പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ടേ? സ്നേഹത്തോടെ സുരഭി ശകാരിച്ചു. സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കുമ്പോഴേ കാർ മേടിക്കുന്നുള്ളൂ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു പോയില്ല അമ്മേ. അതുകൊണ്ടല്ലേ? അവൾ ചിരിച്ചു. ശരി, നിന്നോട് തർക്കിച്ച് എന്നും ഞാൻ തോറ്റിട്ടേ ഉള്ളൂ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, സുരഭി പറഞ്ഞു. എന്താണ്? അത് സസ്പെൻസ്, വന്നിട്ടറിഞ്ഞാൽ മതി. കൂടുതലൊന്നും പറയാതെ സുരഭി കോള് കട്ട് ചെയ്തു. ഇവിടെ വരുന്നതുവരെ അവൾ ബസ്സിലിരുന്ന് ആലോചിക്കട്ടെ. കള്ളിപ്പെണ്ണ്. അവൾക്ക് മാത്രമല്ല, അമ്മയ്ക്കും ഇത്തിരി കുസൃതി ഉണ്ടെന്ന് അറിയട്ടെ. വൈകുന്നേരം ചായകുടിയുടെ സമയമായപ്പോൾ ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും ബാഗുമായിട്ട് ഗാഥ ഇറങ്ങി. കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിന്നപ്പോൾ സുരഭിയാണ് വന്ന് വാതിൽ തുറന്നത്. എൻ്റെ പൊന്നുമോള് വന്നോ? ബസ് ഇറങ്ങിയപ്പോൾ എന്താ ഒന്നും വിളിക്കാത്തത്? വാത്സല്യത്തോടെ അവൾ ചോദിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട. കൊല്ലം മുതൽ ഹരിപ്പാട് എത്തുന്നവരെ ഞാൻ ബസ്സിലിരുന്ന് ആലോചിച്ചു. തല പോയിക്കുകയായിരുന്നു. സർപ്രൈസ് എന്തായിരിക്കുന്നു നോക്കിക്കേ. എൻ്റെ മൂക്കിൽ നിന്നും പുകയല്ല വരുന്നത്. ഗാഥയുടെ പരിഭവം കണ്ട് അവൾ ചിരിച്ചു. സാരമില്ല, ഇത്തിരി സസ്പെൻസൊക്കെ രസമല്ലേ ജീവിതത്തിൽ.
നാളെ നിന്നെ കാണാൻ ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ഞെട്ടലോടെ അവൾ അമ്മയെ നോക്കി. പെണ്ണ് കാണല്ലോ? അയ്യോ അല്ല, നീ നാളെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് സേതു നിന്നെ കാണാൻ വരുന്നുണ്ട്. കൊള്ളാം, നല്ല ബുദ്ധി. എൻ്റെ കെയർ ഓഫിൽ നാളെ അമ്മയെ കാണാൻ സേതു അങ്കിൾ വരുന്നു. പതിയെ പറ. സുരഭി ലജ്ജയോടെ അവളുടെ വായ പൊത്തി. അമ്മയുടെ മുഖം കണ്ടപ്പോൾ തോന്നി ഒരു എക്സ്ട്രാ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ അതാണ് കാര്യം. പോടി, വേഗം കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ, ചായ തരാം. സുരഭി പെട്ടെന്ന് വിഷയം മാറ്റി. ചായ കുടിച്ചിട്ട് കുളിച്ചോളാം, നല്ല വിശപ്പുണ്ട്. മായച്ചേച്ചി വിളിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. സുരഭി അറിയാതെ ചിരിച്ചു. മായ കിച്ചണിൽ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാഥ വരുന്നത് പ്രമാണിച്ച് അവൾ തന്നെയാണ് നല്ല പഴുത്ത കിനിഞ്ഞ ഏത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്നത്. അല്ല, അപ്പോഴേക്കും കൊതിച്ച് എത്തിയോ? ഗാഥയെ കണ്ട് അവൾ ചിരിച്ചു. പിന്നില്ലേ, ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ തന്നെ മണം കിട്ടി. അവൾ കസേര നീക്കിയിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തിരുന്നു. ഇത്തവണയും ഓടിപ്പിടിച്ച് പോകാനാണോ മോളെ നീ വന്നത്? ഒരാഴ്ച ലീവ് കിട്ടത്തില്ലേ നിനക്ക്? വിജയലക്ഷ്മി ചോദിച്ചു. ഇതിപ്പോൾ പഠിത്തത്തിൻ്റെ ഭാഗമോ വല്യപ്പച്ചി? ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ലീവ് എടുത്തൂടെ? പ്ലേറ്റിൽ നിന്നും ചൂടുമാറാത്ത പഴംപൊരി എടുത്ത് അവളെ കഴിച്ചു. അപ്പോഴേക്കും സുരഭിയും വന്നു. മായ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുത്തു. ഗാഥയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ ചായ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് വിജയലക്ഷ്മി അവരുടെ മുറിയിൽ ചെന്നപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. അവരതെടുത്ത് നോക്കി. രാഹുലാണ് വിളിച്ചത്. എന്താ മോനെ? അവർ കോൾ എടുത്തു. വിജയമ്മച്ചിയെ ഞാൻ 2 തവണ വിളിച്ചല്ലോ, എവിടെയായിരുന്നു? അവൻ ചോദിച്ചു. കേട്ടില്ലായിരുന്നു മോനെ, ഗാഥമോള് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗാഥ വന്നോ? എപ്പോൾ? എന്നിട്ട് ഞാനിന്നലെ വന്നപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ അവൾ വരുന്ന കാര്യം. നീ വന്നിട്ട് പോയതിന് ശേഷം അവൾ വരുന്ന കാര്യം അറിഞ്ഞു. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാ. നമ്മുടെ ചെട്ടിക്കുളങ്ങരയിലെ രാമേന്ദ്രൻ ചിറ്റപ്പൻ അവിടെ വന്നാൽ എന്നെ വിവരം അറിയിക്കണം. രാഹുൽ പറഞ്ഞു. എന്തിനാ അവനിവിടെ വരുന്നത്? സുരഭി ആൻറ്റിയെ പെണ്ണാലോചിക്കാൻ. എടാ ഭയങ്കര, അവൻ എങ്ങനെ ധൈര്യം വന്നു? മോനെങ്ങനെ അറിഞ്ഞു ഇക്കാര്യം? ആശ്ചര്യത്തോടെ വിജയലക്ഷ്മി ചോദിച്ചു. അളിയച്ചാരാ പറഞ്ഞത്, ഞാനതിന് തടയിട്ടോളാം. എന്നാലും എന്നെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തന്നെ. അങ്ങനെ ഒരു ആവശ്യത്തിന് അവനിവിടെ വന്നാൽ ആട്ടിയിറക്കും ഞാൻ. കല്യാണപ്രായമായ മോളുണ്ട്. അന്നേരാ അമ്മയ്ക്ക് കല്യാണാലോചന. വിജയലക്ഷ്മി പരിഹസിച്ചു. അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചാൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. വിജയമ്മച്ചിക്ക് അറിയാമല്ലോ. നീ സമാധാനമായിട്ടിരിക്കും മോനെ. അത്ര ഉദ്ദേശത്തോടെ ഒരുത്തനും ഈ പടി കയറത്തില്ല. നിൻ്റെ വിജയമ്മച്ചിയെ നിനക്ക് ശരിക്കറിയാമല്ലോ. അതാ എൻ്റെ ഒരു ധൈര്യം. ശരി, ഞാനിപ്പോൾ സൈറ്റിലാണ്, പിന്നെ വിളിക്കാം. രാഹുൽ കോള് കട്ട് ചെയ്തു. വിജയലക്ഷ്മി ആലോചനയോടെ ഇരുന്നു. കുളിച്ച് വേഷം മാറ്റി ഗാഥ അമ്മയുടെ അടുത്ത് വന്ന് ഇരുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ടാണ് അവർ സംസാരിച്ചത്. ചെറുതേനയിൽ ആരെങ്കിലും കാണാറുണ്ടോ? ഗാഥ ചോദിച്ചു. ഇന്നലെയും രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു. ജയചേച്ചിയെ കണ്ടിട്ട് കുറേ ദിവസമായി, സുരഭി പറഞ്ഞു. ശീതൾ ഇത് ഫൈനൽ ഇയർ അല്ലേ? അതേന്ന് തോന്നുന്നു. ചെറുതനയ്ക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ലമ്മേ, സമയമില്ല. നാളെ ഉച്ച കഴിഞ്ഞ് എനിക്ക് പോകണം. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രാവിലെ എന്തായാലും അമ്പലത്തിൽ പോകണം. എന്താ ഒരു മടി പോലെ? രാവിലെ 8 മണി വരെ കിടന്നുറങ്ങുന്ന സുഖം അറിഞ്ഞിട്ട് കുറേ നാളായി. സുരഭി അത് കേട്ട് ചിരിച്ചു. 8 മണി കഴിഞ്ഞ് പോയാൽ മതി. സേതു അങ്കിൾ നാളെ എപ്പോൾ വരും? ഗാഥ ചോദിച്ചു. 10 മണി കഴിയും. എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞിട്ടേ വിടൂ. വിജയേച്ചി ഇതുവരെ സേതുവിനെ കണ്ടിട്ടില്ല. 2 തവണ വന്നപ്പോഴും ചെറുതനയിലായിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? ചെറിയ ആശങ്കയുണ്ടായിരുന്നു സുരഭിക്ക്. അത് സാരമില്ല, കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞാൽ മതി, ഗാഥ പറഞ്ഞു. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാനും ഉണ്ടല്ലോ ഇവിടെ. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ സേതുമാധവൻ്റെ വിളി വന്നു. ഞങ്ങൾ ഡാണാപ്പടി എത്തി. സുരഭി സംശയിച്ചു. ഞാനും ഡ്രൈവറും. ശരി. അല്പസമയം കഴിഞ്ഞപ്പോൾ തിളങ്ങുന്ന ഒരു പുതിയ കാറ് ഗേറ്റ് കടന്ന് കയറി വന്നു. ടൈൽസ് വിരിച്ച മുറ്റത്ത് നിന്നു. കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും നല്ല ഉയരമുള്ള സുമുഖനായ ഒരു മധ്യവയസ്കൻ ഇറങ്ങി. ജീൻസും മുട്ടുവരെ ഇറക്കമുള്ള കുർത്തയുമായിരുന്നു വേഷം. ട്രിം ചെയ്ത് ഭംഗിയാക്കിയ താടിയുണ്ടായിരുന്നു അയാൾക്ക്. സേതു. സുരഭിയും പിന്നാലെ ഗാഥയും ഇറങ്ങിച്ചെന്ന് അയാളെ സ്വീകരിച്ചു. ഗസ്റ്റ് ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ സേതു സാറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്ഭുതഭാവത്തിൽ മായ പറഞ്ഞു. സേതു സാറോ? അതാരാ? വിജയലക്ഷ്മി ചോദിച്ചു. ചേച്ചിയുടെ കൂട്ടുകാരനാ. പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. നേരത്തെയും വന്നിട്ടുണ്ട്. അമ്മ അന്ന് ഇവിടെ ഇല്ലായിരുന്നു. ജനാലയിലൂടെ വിജയലക്ഷ്മി അയാളെ തുറിച്ചു നോക്കി. അധ്യായം 3. നമസ്കാരം കൊച്ചു ഡോക്ടറെ. ഗാഥയെ കണ്ട്
കളിയാക്കി സേതുമാധവൻ കൈകൂപ്പി. കൊച്ചു ഡോക്ടറെ കാണാനാണോ അതോ കൊച്ചു ഡോക്ടറുടെ അമ്മയെ കാണാനാണോ അങ്കിൾ വന്നത്? കുസൃതി ചിരിയോടെ ഗാഥ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടറിയാതെ സുരഭിയുടെ കവിളുകൾ ചുവന്നു. സത്യത്തിൽ രണ്ടുപേരെയും കാണാനാണ് ഈ ഉള്ളവൻ വന്നത്. അത് പാതി സത്യം. അവൾ വിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയും പറയാം. അയാൾ സമ്മതിച്ചു. അമ്മയെ കാണാൻ വന്നു. മോള് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മോളെയും ഉൾപ്പെടുത്തി. ഞാൻ സറണ്ടർ ചെയ്യുന്നു. അയാൾ വീണ്ടും അവളുടെ നേർക്ക് കൈകൂപ്പി. മതി സേതുവിനെ കഷ്ടപ്പെടുത്തിയത്. വന്ന കാലിൽ തന്നെ നിർത്തുവാണോ നിന്റെ കുസൃതി? സുരഭി സ്നേഹപൂർവ്വം അവളെ ശകാരിച്ചു. ഏയ്, ഇതൊരു രസമല്ലേ സുരഭി, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് വേറെ ആരുമില്ലല്ലോ, അയാൾ പറഞ്ഞു. സേതു വരൂ, സുരഭി ക്ഷണിച്ചു. 3 പേരും കൂടി പടി കയറി സ്വീകരണ മുറിയിലേക്ക് വന്നു. വലിയ സോഫകളുള്ള വിശാലമായ മുറിയായിരുന്നു അത്. സേതു ഇരിക്കി. അയാൾ സിംഗിൾ സെറ്റിയിലിരുന്നിട്ട് വെറുതെ മുകളിലേക്ക് നോക്കി. മനോഹരമായ ഒരു ശരറാന്തൽ ഉണ്ടായിരുന്നു അവിടെ. എത്ര ദീപങ്ങളുണ്ട് ഇതിന്? അയാൾ ചോദിച്ചതിൻ്റെ അർത്ഥം ഗാഥയ്ക്ക് മനസ്സിലായി. 16, അവൾ പറഞ്ഞു. 16 കൊച്ചു ബൾബുകളുണ്ട് ആ ശരറാന്തൽ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ചിന്തിക്കാതിരുന്നില്ല, എല്ലാ ബൾബുകളും പ്രകാശിക്കുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും കാണാനെന്ന്. ഭംഗി അറിയണമെങ്കിൽ രാത്രി തന്നെ കാണണം. സ്വർണ്ണ വെളിച്ചാണ്. പഴയ ഏതോ മുഗൾ സുൽത്താൻ്റെ കൊട്ടാരത്തിലെ ഒരു മുറിയിലിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇൻഫാക്റ്റ് ഒരിക്കൽ അച്ഛൻ ഏതോ ആവശ്യത്തിന് ഹൈദരാബാദിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ്. ഗ്രേറ്റ്, റിയലി എ റെയർ പീസ് ഓഫ് ആർട്ട്, സേതുമാധവൻ അഭിനന്ദനപൂർവ്വം പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് നിശബ്ദയായിരിക്കുകയായിരുന്നു സുരഭി. അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അമ്മയെ കാണാനല്ലേ അങ്കിൾ വന്നത്? അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗാഥ പറഞ്ഞു. മതി കളിയാക്കിയത്, ഞാൻ പോയി കുടിക്കാൻ എടുത്തുകൊണ്ട് വരാം. സേതുവിന് എന്താണ് വേണ്ടത്? ചായയോ അതോ തണുത്ത എന്തെങ്കിലും മതിയോ? സുരഭി ചോദിച്ചു. തൽക്കാലം ചായ മതി, അയാൾ പറഞ്ഞു. അമ്മയെ നിരാശപ്പെടുത്തല്ലേ അങ്കിള്? ഇന്നലെ മുതൽ അമ്മ നിലത്തൊന്നുമല്ല. അങ്കിൾ വരുമ്പോൾ തരാൻ വേണ്ടി ഇളനീര് അടർത്തി വെച്ചിട്ടുണ്ട്. അഥവാ ജ്യൂസ് മതിയെന്ന് പറഞ്ഞാൽ ഓറഞ്ചും പൈനാപ്പിളും മാമ്പഴവും. ഗാഥെ, നിന്റെ നാവിനിത്തിരി നീളം കൂടുന്നുണ്ട് കേട്ടോ. കവളദേഷ്യം കാട്ടി സുരഭിയെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അത് കേട്ട് സേതുമാധവനും ഗാഥയും ചിരിച്ചു. പാവമാ സുരഭി, അയാൾ പറഞ്ഞു. അതെ, പക്ഷെ അമ്മ ഇപ്പോൾ ഭൂമിയിലൊന്നുമില്ല, മറ്റേതോ സങ്കല്പ ലോകത്തിലാണ്. ഇനി കുറച്ച് ദിവസം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് താഴെ വന്ന് നിലത്ത് കാലുത്തു. അയാൾ മനസ്സിലാകാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആളില്ലാതായി. പലപ്പോഴുമല്ലേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരൂ. അമ്മയുടെ ലോകം ശൂന്യമായി പോയ പോലുള്ളൊരു തോന്നലായിരുന്നു, അവൾ പറഞ്ഞു. അത് സ്വാഭാവികമാണല്ലോ. ഓഫീസിൽ പോകാൻ പറ്റുന്നു എന്നത് മാത്രമായിരുന്നു അമ്മയുടെ ഏക ആശ്വാസം. അപ്പം മറ്റെല്ലാം മറക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂമിയാകും. പക്ഷെ അമ്മയ്ക്ക് പിന്നീട് അത്ഭുതകരമായൊരു മാറ്റമുണ്ടായി. അതെപ്പോഴാണെന്നറിയാമോ? എപ്പോഴായിരുന്നു? അങ്കിളിനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ. അതിനുശേഷം ഞാൻ എപ്പോൾ വന്നാലും അമ്മയുടെ കോളേജ് ജീവിതത്തെക്കുറിച്ച് മാത്രം പറയാനേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. ആ കഥകളിലെ ഹീറോ അങ്കിളായിരുന്നു. സേതുമാധവൻ ഒന്ന് മന്ദഹസിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള അങ്കിളിൻ്റെ സന്ദർശനം അമ്മയുടെ മനസ്സിലെ ഒരു കിളിവാതിൽ തുറക്കാൻ സഹായിച്ചു. അതിനുശേഷം അമ്മ കൂടുതൽ വാചാലയായി, ഊർജ്ജസ്വലയായി, എന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അതൊരു അത്ഭുതകരമായ മാറ്റം തന്നെ അമ്മയിൽ സംഭവിപ്പിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ 2 പേരും ഒരേ ക്ലാസ്സിലായിരുന്നു. 2 പേരും അന്യസ്ഥലങ്ങളിൽ നിന്നും വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ. മിക്ക ദിവസവും ലൈബ്രറി സന്ദർശിക്കുന്നവർ. സൗഹൃദത്തെക്കാൾ ഏറെ ഒരുതരം അടുപ്പം ഗാഥയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. യെസ് അങ്കിൾ, അതൊരു തരം മനോഹരമായ റിലേഷൻഷിപ്പായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്, അവൾ പറഞ്ഞു. നമുക്ക് വിവാഹിതരാകാമെന്ന് സുരഭി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷെ 2 പേരും പരസ്പരം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് 2 പേർക്ക് അറിയുകയും ചെയ്യായിരുന്നു. സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം വയറു നിറക്കാൻ കഴിയില്ലല്ലോ. ഒരു പെണ്ണിനെ പോറ്റാൻ കയ്യിൽ കാശ് വേണം. അതിനുവേണ്ടിയാണ് ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോയത്. ബാക്കി കഥകളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അയച്ച കത്തുകൾ പലതിനും മറുപടി കിട്ടിയില്ലെന്നും പതിയെ അകൽച്ച കൂടിയെന്നും ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്വയം പറച്ചു നടലുകൾ നടത്തി. അത് കാരണം എനിക്ക് സ്ഥിരമായ ഒരു മേൽവിലാസം പോലും ഇല്ലാതെ. സാരമില്ല അങ്കിള്, ജീവിതം എങ്ങനെയാണ്. ഒരു കൈ കൊണ്ട് എടുത്തു മാറ്റുമ്പോൾ മറു കൈ കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അതെ, നമ്മളെയൊക്കെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ആ പ്രതിഭാസമാണ്. 2 നീണ്ട ഗ്ലാസുകൾ നിറയെ ഇളനീര് ഒരു ട്രെയിൽ വെച്ച് അപ്പോൾ സുരഭി വന്നു.
ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ടിരുന്നു. ഒരു ഗ്ലാസ് സേതുമാധവൻ എടുത്തു. നിനക്ക് വേണ്ടേ മോളെ? സുരഭി ചോദിച്ചു. അമ്മ അതോടെ വെക്ക്, അങ്കിളിന് ചിലപ്പോൾ ഒരെണ്ണം കൂടി വേണ്ടി വരും. ഗാഥ പറഞ്ഞു. ശരിയാണ്, നല്ല മധുരമുണ്ട്, രുചിയും. അല്പം കുടിച്ചു കഴിഞ്ഞ് സേതുമാധവൻ പറഞ്ഞു. നമ്മുടെ തെങ്ങിൽ നിന്ന് ഇന്ന് രാവിലെ അടർത്തിയെടുത്ത കരിക്കാണ്. ഇവിടെ ചെന്തങ്ങ് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഗൗളി ഗാത്രമെന്നും. ഗാഥയുടെ അടുത്ത് സുരഭി ഇരുന്നു. മോൾ എല്ലാ മാസത്തിലും വരാറുണ്ടോ? സേതുമാധവൻ ചോദിച്ചു. അങ്ങനെയൊന്നും വരാൻ പറ്റാറില്ല. ഇതിപ്പോൾ വന്നത് തന്നെ 3 മാസത്തിന് ശേഷം, അവൾ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വന്നു. ഇന്നിപ്പോൾ ചോറുണ്ടാലുടൻ പോകണം. ഒരു മുഴുവൻ ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവൾക്ക്, സുരഭി പറഞ്ഞു. ഞാനിന്ന് വന്നത് അബദ്ധമായതെന്ന് എനിക്കിപ്പോഴും സംശയം. അതെന്താ? സുരഭിയും ഗാഥയും ഒന്നിച്ചു വെച്ചു. അല്ല, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്കും മോൾക്കും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഈ സമയം കൂടി കിട്ടിയേനെ. അയ്യോ, അങ്ങനെ പറയല്ലേ. അങ്കിൾ ഇന്ന് വന്നത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ സന്തോഷമാണ് കിട്ടിയത്, ഗാഥ പറഞ്ഞു. അപ്പോൾ ഗാഥയുടെ മൊബൈൽ ബെല്ലടിച്ചു. മുകളിലത്തെ മുറിയിലാണ് അവളത് വെച്ചിരിക്കുന്നത്. ആരോ വിളിക്കുന്നു, ഞാനൊന്ന് പോയിട്ട് വരാം. അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് കോണിപ്പടികൾ ഓടിക്കയറി. ഡൈനിങ് ടേബിളിനടുത്തിരുന്ന വിജയലക്ഷ്മി അത് കണ്ടു. സ്വീകരണ മുറിയിലിരുന്ന് അവളും അയാളും എന്തോ പറഞ്ഞു ചിരിക്കുന്നു. വിജയലക്ഷ്മിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗാഥ ചെന്ന് നോക്കിയപ്പോൾ ധന്യാണ് വിളിച്ചത്. എന്താടി? അവൾ കോളെടുത്തു. ഒന്നുമില്ല, ഞാൻ വാർഡിലാണ്. ഒരു ചെറിയ ഇടവേള കിട്ടിയപ്പോൾ നിന്നെ വിളിച്ചെന്നേ ഉള്ളൂ. ഈ സമയത്ത് നിനക്ക് വിളിക്കാൻ തോന്നിയത് നന്നായി. താങ്ക്സ് ഡി. എന്തിനാടി താങ്ക്സ്? സേതു അങ്കിൾ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും അങ്കിളും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് സംസാരിക്കാൻ വല്ലതും കാണുമല്ലോ. എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിൻ്റെ കോൾ വന്നത്. ഓ, നിൻ്റെ അമ്മയുടെ പഴയ ക്ലാസ്മേറ്റ്സ്. പക്ഷേ താങ്ക്സ് മാത്രം പോരാ മോളെ, ധന്യ പറഞ്ഞു. പിന്നെ അങ്കിൾ വന്നത് പ്രമാണിച്ച് സ്പെഷ്യൽ ഡിഷസ് വല്ലതും കാണുമല്ലോ. മീൻ കറിയോ പൊരിച്ചതോ ഇറച്ചി ഉലർത്തിയതോ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയോ എന്തുണ്ടെങ്കിലും അതിൻ്റെ പങ്കു കൊണ്ടുവരണം. രുചിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചതിൻ്റെ ഓർമ്മ പോലും നാവിലില്ല. കൊതിച്ചിപ്പാറു. പാർസലിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ മായച്ചേച്ചിയോട് പറഞ്ഞേക്കാം. ധന്യയോട് സംസാരിച്ച ശേഷം അവൾ കസേരയിലേക്ക് ഇരുന്നു. പുറത്തേക്ക് പോകാൻ രാഹുൽ വേഷം ധരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ജിതിൻ വിളിച്ചത്. അയാൾക്ക് കാര്യം മനസ്സിലായി. എടാ, 5 മിനിറ്റൊക്കെ ഞാൻ റെഡിയാവും, അയാൾ പറഞ്ഞു. നീ നേരെ സച്ചിൻ്റെ വീട്ടിലേക്ക് വാ, ഞാനിവിടെ ഉണ്ട്. നമുക്കിവിടുന്ന് പോകാം. ശരിയടാ. മുടി ചീകി പേഴ്സെടുത്ത് ജീൻസിൻ്റെ ഹിപ്പ് പോക്കറ്റിൽ തിരുകി മൊബൈലുമായിട്ട് അയാൾ മുറിയിൽ നിന്നിറങ്ങി. അമ്മേ, ഞാൻ ഹരിപ്പാട് വരെ പോവാണ്, അയാൾ വിളിച്ചു പറഞ്ഞു. അവിടെ എന്താ പരിപാടി? ജയശ്രീ ചോദിച്ചു. ജിതിൻ്റെ കൂടെ അമ്പലപ്പുഴ വരെ പോകണം, അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അടുക്കളയിലായിരുന്ന ജയശ്രീ അവർ ഹാളിലേക്ക് വന്നു. ജിതിൻ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നിടത്ത് നിനക്കെന്താ കാര്യം? അങ്ങനെ വെറുതെയുള്ള പോക്കല്ല അമ്മ ഇത്. അവൻ്റെ ഫ്രണ്ട് സൗദിയിൽ നിന്നും ലീവിന് വന്നിട്ടുണ്ട്. ആ പുള്ളിക്ക് പുതിയൊരു വീട് വയ്ക്കാൻ പ്ലാനുണ്ട്. അതിൻ്റെ കോൺട്രാക്റ്റ് തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, രാഹുൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലിരുന്നു കൂടെ നിനക്ക്? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ബിസിനസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അത് കേട്ടുകൊണ്ടാണ് ശീതൾ വന്നത്. അമ്മേ, രാഹുലേട്ടൻ വെറും തൊഴിലാളിയല്ല, ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ആളാണ്. തൊഴിലാളികളെ പോലെയല്ല മാനേജ്മെൻറ്റ്. അവർ 7 days 24 hours പണിയെടുക്കും. സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് അത് കൂടിയേ തീരും. അവൾ പരിഹസിച്ചതാണോ അതോ സീരിയസ് ആയി പറഞ്ഞതാണോ എന്ന് രാഹുലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജയശ്രീ അല്പം താഴ്ന്നു. ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴേക്കും വരുമോ, അവർ ചോദിച്ചു. ഇപ്പോൾ തന്നെ മണി 11 എന്തായാലും അമ്പലപ്പുഴ വരെ പോയിട്ട് അയാളെ കണ്ടിട്ട് അപ്പോഴേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിഷ്കളങ്ക ഭാവത്തിൽ അയാൾ പറഞ്ഞു. പോയിട്ട് വാ, ജയശ്രീ അനുവാദം കൊടുത്തു. അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയപ്പോൾ ശീതൾ ചേട്ടൻ്റെ പിന്നാലെ ചെന്നു. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ വാലിഡിറ്റി ഇന്ന് തരും, ഒരു 3 മാസത്തേക്ക് റീചാർജ് ചെയ്തേക്കണേ, അവൾ പറഞ്ഞു. അയാൾ അവളെ ഒന്ന് നോക്കി. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഒന്ന് അമർത്തി മൂളിയിട്ട് അയാൾ ബൈക്കെടുത്ത് ഓടിച്ചു പോയി. കുമരപുരം പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് സച്ചിൻ്റെ വീട്. രാഹുൽ ചെന്നപ്പോൾ ജിതിൻ അവിടെ ഉണ്ടായിരുന്നു. 3 പേരും സ്കൂളിലെ താഴ്ന്ന ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരും ഉറ്റ സുഹൃത്തുക്കളുമാണ്. സച്ചിൻ്റെ അച്ഛന് കരുവാറ്റയിൽ ബിസിനസ്സാണ്, അമ്മ ഗവൺമെൻറ് സർവീസിലും. നമുക്ക് പോയാലോ, സച്ചിൻ ചോദിച്ചു. ഇനിയും സമയം കളയണ്ട, പോകാം, ജിതിൻ പറഞ്ഞു. സച്ചിൻ്റെ പുതിയ കാറിലാണ് 3 പേരും ഹോട്ടലിലേക്ക് പുറപ്പെട്ടത്. നീ റൂം പറഞ്ഞിട്ടില്ലേ, രാഹുൽ ചോദിച്ചു. പിന്നില്ലേ, ഇന്നലെ വിളിച്ചു പറഞ്ഞ് ബാക്കി അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. സച്ചിൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പിന്നിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. സാധനം എവിടെ? സീറ്റിൽ വെച്ചിരിക്കുന്ന ബാഗ് നീ ഒന്ന് തുറന്നു നോക്ക്.
ബാക്ക് സീറ്റിലിരുന്ന രാഹുൽ അപ്പോഴാണ് സീറ്റിൽ വെച്ചിരുന്ന ബാഗ് അവൻ ശ്രദ്ധിച്ചത്. അവൻ ബാഗിൻ്റെ സിബ് മെല്ലെ വലിച്ചു തുറന്നു. സച്ചിൻ കൊണ്ടുവന്ന 1 ലിറ്ററിൻ്റെ സ്കോച്ച് വിസ്കി അതിനുള്ളിലുണ്ടായിരുന്നു. ഇന്നത്തെ ആഘോഷവും പൊടിപിടിക്കും. ഹോട്ടലിൽ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട് 3 പേരും ഇറങ്ങി. രാഹുലാണ് ബാഗ് എടുത്തത്. റിസപ്ഷനിൽ ചെന്നപ്പോൾ അവരോടൊപ്പം റൂം ബോയിയും വിട്ടു. സർ, എന്തൊക്കെയാണ് വേണ്ടത്? മുറി തുറന്നു കൊടുത്തിട്ട് റൂം ബോയ് ചോദിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ഒക്കെ ചെയ്യുക. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.